എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് ശ്രീ കോന്നിയൂർ നരേന്ദ്രനാഥ് എഴുതിയ ഒരു കഥ കേൾക്കാം. ആത്മമിത്രം. ശ്രീ കോന്നിയൂർ ആർ നരേന്ദ്രനാഥ് തന്റെ ബിരുദ പഠനകാലത്ത് എഴുതിയ ഒരു ചെറുകഥയാണിത്. 1946 ഈ കഥ പ്രസിദ്ധീകരിച്ചത്. ഒരു ഞെട്ടിലെ 2 പൂക്കൾ എന്ന് ആ നാട്ടുകാർ അവരെപ്പറ്റി പറയാറുണ്ട്. ഒന്നിച്ചു കളിച്ച്, ഒന്നിച്ചു പഠിച്ച്, ഒന്നിച്ചു ജയിച്ച്, അങ്ങനെ അവർ മുമ്പോട്ട് പോയി. ആരും അവരെപ്പറ്റി എതിരു പറഞ്ഞില്ല. ആരും അവരുടെ കൂട്ടുകെട്ടിനെ പഴിച്ചില്ല. ഭാവിയുള്ള 2 ചെറുപ്പക്കാർ, 2 ആത്മസുഹൃത്തുക്കൾ കൈകോർത്ത് നടക്കുന്ന കാഴ്ചയായിരുന്നു അത്. സോമൻ ആ നാട്ടിലെ ധനികന്മാരിൽ ഒരാളുടെ മകനാണ്. ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിലെ ഏക സന്താനം. പണം കൊണ്ടും പഠിപ്പുകൊണ്ടും പണ്ടുപണ്ടേ പേരുകേട്ടിട്ടുള്ള ഒരു കുടുംബം. പണവും നെല്ലും ദാനം ചെയ്തും വഴിപാടുകളും ഭജനമിരിപ്പുകളും തീർത്ഥയാത്രകളും നടത്തിയും ലഭിച്ച ഒരു സന്തതി. അവൻ പിറന്ന ദിവസം പാവങ്ങൾക്ക് അരിയും തുണിയും ദാനം ചെയ്തു. കുഞ്ഞു നന്നായി വരട്ടെ, നീറുന്ന ഹൃദയങ്ങൾ കുളിർത്ത് അന്ന് ആത്മാർത്ഥതയോടെ നിശ്വസിച്ചു. അതെ, സോമന്റെ ജനനം ത്യാഗങ്ങളിൽ നിന്നുമാണ്. രവീന്ദ്രൻ അതേ നാട്ടുകാരനാണ്. ഒരു സാധാരണക്കാരനാണ് അവന്റെ പിതാവ്. ഉണ്ണാനും ഉടുപ്പാനുമുള്ള മുതലുമുണ്ട്. 5 സഹോദരികളും 2 സഹോദരങ്ങളും അയാൾക്കുണ്ട്. അവരിൽ മൂത്ത ആളാണ് രവി. പരുങ്ങി മുന്നോട്ട് നീങ്ങുന്ന ഒരു കുടുംബമാണത്. അക്ഷരങ്ങൾ പഠിക്കാൻ ആശാന്റെ കളരിയിൽ അവർ രണ്ടും ഒന്നിച്ചു ചേർന്നു. അന്നു മുതൽ അവർ ചങ്ങാതികളായി. ഒന്നിച്ച് അവർ കളരിയിൽ പോയി. ഒന്നിച്ച് ഒരേ ഗുരുവിന്റെ നാവിൽ നിന്ന് അവർ വിദ്യാഭ്യാസം തുടങ്ങി. അവർ വളർന്നു. ഓരോ കൊല്ലവും അവരെ ഓരോ ക്ലാസ്സുകളിലേക്ക് ഉയർത്തി. അവർ സ്കൂൾ ഫൈനൽ ക്ലാസ് പാസ്സായി. അടുത്ത കൊല്ലം അവർ കോളേജിൽ ചേർന്നു. വിദേശത്ത് വിദ്യാഭ്യാസാർത്ഥം അവർ ഒന്നിച്ചു പോയി. പ്രായം കൂടുന്തോറും അവരുടെ സ്നേഹം വളർന്നു. അവരുടെ ചിന്താഗതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. രവി പാഠപുസ്തകങ്ങൾ മാത്രമേ വായിക്കൂ. സോമൻ പലവക പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചു. രവി പഠിക്കുന്നത് ചിലവ് ചെയ്യുന്ന പണത്തിന്റെ നഷ്ടം ഭയന്നാണ്. സോമൻ പാണ്ഡിത്യത്തിനു വേണ്ടി പഠിച്ചു. അറിവിനു വേണ്ടി അയാൾ ഗ്രന്ഥങ്ങൾ വായിച്ചു തള്ളി. ഇങ്ങനെയായിരുന്നു അവരുടെ വീക്ഷണഗതി. രവി, നീ എന്താ ഖദർ ധരിക്കാത്തത്? സോമൻ ഒരു ദിവസം രവിയോട് ചോദിച്ചു. അതിന് നിവൃത്തിയില്ലാഞ്ഞിട്ട്, രവി മറുപടി പറഞ്ഞു. നിവൃത്തിയില്ലാഞ്ഞിട്ടോ? പണക്കാർക്കേ ഇന്നു ഖദർ ധരിക്കുവാൻ സാധിക്കൂ. അതിന്റെ വില അത്ര കൂടുതലാണ്. അതിന്റെ പണം പാവങ്ങളുടെ വിശപ്പടക്കാനുള്ളതായിട്ടുള്ളതാണ്. പണക്കാരന്റെ കീശ വീർപ്പിക്കുവാനല്ല, അതോർക്കണം. പണക്കാരന്റെ സഞ്ചി വീർപ്പിക്കുന്നവയാണ് നീ അണിഞ്ഞിരിക്കുന്ന ആ മേനിയുള്ള വസ്ത്രങ്ങൾ. പട്ടിണിപ്പാവങ്ങളുടെ അഷ്ടിക്കുള്ള മുതലാണ് ഈ പരിപരുത്ത ഖദർ. അതിനാൽ നീ ഖദർ ധരിച്ചു തുടങ്ങണം. അതിനെനിക്ക് സാധ്യമല്ല രവി. ഞാൻ അതിഷ്ടപ്പെടുന്നില്ല. പിന്നീട് സോമൻ ഒന്നും പറഞ്ഞില്ല. കൊല്ലം 2 കഴിഞ്ഞു. അവർ BA ക്ലാസ്സിലെത്തി. പട്ടണ ജീവിതം വലിയ പരിവർത്തനങ്ങളൊന്നും അവരിൽ വരുത്തിയില്ല. രവി പഴയ രവി തന്നെ. റോഡു നീളെയിരുന്ന് യാചിക്കുന്ന യാചക സഹസ്രങ്ങളെ കാണുമ്പോൾ സോമൻ രവിയോട് ചോദിക്കാറുണ്ട്, പാലും തേനും ഒഴുകിയിരുന്ന രാജ്യം ഇന്ന് പൈദേഹത്താൽ പാടുപെടുന്നു. ഇതാരു വരുത്തിയ മാറ്റം എന്ന്. ഭഗ്നചിത്തരും നഗ്നഗാത്രരുമായ പരസഹസ്രങ്ങളെ കാണാറുള്ളപ്പോൾ സോമൻ നെടുവേർപ്പിടുന്നത് രവി ശ്രദ്ധിച്ചിട്ടുണ്ട്. സോമന്റെ ഹൃദയത്തിൽ അവ മായാത്തവണ്ണം പതിയും. രവിയുടെ ഹൃദയത്തിൽ അവയ്ക്ക് സ്ഥാനമില്ല. വായിച്ച് ചിന്തിച്ച് അങ്ങനെ സോമൻ ദിവസങ്ങൾ തള്ളി വന്നു. രാഷ്ട്രീയ മീമാംസാ ഗ്രന്ഥങ്ങളെല്ലാം അയാൾ പഠിച്ചു. ഗാന്ധിജിയുടെയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഗ്രന്ഥങ്ങൾ അയാൾ ഹൃദിസ്ഥമാക്കി. രവി പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചു. അയാൾക്ക് ചിന്തയില്ല, എല്ലാം ഹൃദിസ്ഥമാക്കുകയാണ്. പഠിത്തം വിട്ട് പത്രപാരായണത്തിന് പോലും അല്പസമയം ചിലവാക്കുകയില്ല. അയാൾ സോമനോട് പറയാറുണ്ട്, സോമ, ഇതൊന്നും പരീക്ഷയ്ക്ക് പറ്റുകയില്ല.
പഠിക്കേണ്ട പുസ്തകങ്ങൾ കൂടി വായിക്കണം എന്ന്. രവി, പാഠപുസ്തകം മാത്രം പോരാ, നമ്മുടെ ഗ്രന്ഥങ്ങൾ കൂടി വായിക്കണം എന്നായിരിക്കും സോമന്റെ മറുപടി. ജൂനിയർ ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് സോമൻ തെല്ലു പരിങ്ങി. രവിക്ക് വിഷമമൊന്നും തോന്നിയില്ല. എങ്കിലും രണ്ടുപേരും പാസ്സായി. മധ്യവേനൽ അവധിയായി. അവർ നാട്ടിലേക്ക് തിരിച്ചു. നിർമ്മലമായ ഖദർവേഷമാണ് സോമൻ അണിഞ്ഞിരുന്നത്. രവി പഴയ രീതി തന്നെ. സോമന്റെ വേഷം നാട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കി. അയാളുടെ ഗാന്ധിത്തൊപ്പിയും ഖദർവേഷവും അവർക്ക് രസിച്ചില്ല. മൂട്ടയെ കൊന്നും ആദ്യ അവസാനം പത്രം വായിച്ചും സമയം കൊല്ലുന്ന വിശ്രമവൃദ്ധന്മാരായ പെൻഷൻ ഉദ്യോഗസ്ഥന്മാരായിരുന്നു സോമന്റെ ഏറ്റവും വലിയ നിരൂപകന്മാർ. പട്ടണത്തിൽ പോയി അവൻ വഷളായി. ഈ തൊപ്പിയും വെച്ചോണ്ട് നടന്ന് അവൻ ഒടുവിൽ തൊപ്പിയിടും, ഒരാൾ പറഞ്ഞു. അവന്റെ അഹങ്കാരം അല്ലാതെന്താ, കുറച്ച് കിട്ടുമ്പോൾ ഇതൊക്കെ മാറും, വേറൊരാൾ പറഞ്ഞു. അയാളാ സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ പോണേ ഏഭ്യൻ എന്നായി വേറൊരാൾ. ആ രവിയെ നോക്കണം, അവന് അവന്റെ കാര്യം, അങ്ങനെ മിടുക്കുള്ളവർ. ആദ്യത്തെ ആളാണ് ഇത് പറഞ്ഞത്. സോമനെ അല്പദിവസങ്ങൾക്ക് മുമ്പ് വരെ പുകഴ്ത്തിക്കൊണ്ട് നടന്നവരാണ് ഈ കൂട്ടർ. അവൻ ഗാന്ധിത്തൊപ്പി ധരിച്ചതോടെ അവരുടെ അഭിപ്രായം മാറി. കുഞ്ഞേ, ഇതൊന്നും നമുക്ക് നല്ലതല്ല, ഈ തൊപ്പി വെച്ചുകൊണ്ട് നടക്കരുത്, ഒരു ദിവസം ഒരു വൃദ്ധൻ സോമനോട് പറഞ്ഞു. സോമൻ ഒന്ന് ചിരിച്ചതല്ലാതെ ഉത്തരമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഗാന്ധിത്തൊപ്പി ധരിച്ചതോടെ സോമൻ വഷളൻ സ്ഥാനത്തിന് അർഹനായി. രവി ഇന്നും അവർക്കെല്ലാം നല്ല കുഞ്ഞു തന്നെ. അയാൾ തൊപ്പി ധരിച്ചില്ല, ഖദറുടുത്തുമില്ല. അവൻ ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്. ഇതായിരുന്നു ആ നാട്ടുകാരുടെ വിധി. അവധി കഴിഞ്ഞു. വീണ്ടും സോമനും രവിയും പട്ടണത്തിലേക്ക് തിരിച്ചു. കോളേജ് തുറന്നു. രവി വീണ്ടും പാഠപുസ്തകങ്ങൾ കയ്യിലെടുത്തു. സോമൻ പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ തേടി വായനശാലകളിൽ നടന്നു. ആ പട്ടണത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷനായി സോമൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അത് സഹായകമായി. ഗാന്ധി തൊപ്പി ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ ചെല്ലുകയാൽ സോമനെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പത്രദ്വാര അത് നാടെങ്ങും പരന്നു. വിദ്യാർത്ഥി സംഘടന അതിൽ പ്രതിഷേധിച്ചു. അതിലെ അംഗങ്ങളെല്ലാം ഗാന്ധിത്തൊപ്പി ധരിക്കണമെന്ന് പ്രമേയം പാസാക്കി. കോളേജ് വിദ്യാർത്ഥികൾ എല്ലാവരും ഗാന്ധിത്തൊപ്പി ധരിച്ചു. കോളേജ് അധികാരികൾ അസാധാരണ യോഗം വിളിച്ചുകൂട്ടി. ഗാന്ധിത്തൊപ്പി ധരിക്കുന്നത് നിയമവിരുദ്ധമല്ലെന്ന് നിശ്ചയിച്ചു. രവി കോളേജിൽ നിന്ന് വന്നാൽ പുറത്തിറങ്ങാറില്ല. പണച്ചിലവ് അയാളെ പഠിത്തത്തിൽ ലയിപ്പിച്ചു. പരീക്ഷയടുത്തു. രവി തയ്യാറാണ്. പേന കഴുകി വൃത്തിയാക്കി. പുതിയ മഷിയൊഴിച്ചു വെച്ചു. ചങ്ങാതികൾ രണ്ടുപേരും പരീക്ഷയ്ക്ക് എഴുതി. സോമനും രവിയും പരീക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു. അവിടുത്തെ യുവാക്കന്മാർ സോമന് ഒരു സ്വീകരണം നൽകി. വൃദ്ധന്മാരാരും തന്നെ സോമനോട് സംസാരിച്ചില്ല. പരീക്ഷയുടെ വിവരങ്ങൾ പോലും ചോദിച്ചില്ല. അവർക്കറിയാം സോമൻ ചീത്തയെന്ന്, വഷളായെന്ന്, അവന്റെ ഭാവി നശിച്ചെന്ന്. രവി ഇന്നും അവരുടെ കണ്ണിലുണ്ണിയാണ്. അവൻ പരീക്ഷയ്ക്ക് ജയിക്കും. അവർ നേരത്തെ ഫലം പറയും. അവൻ ഖദർ ധരിച്ചില്ല, ഗാന്ധിത്തൊപ്പി അണിഞ്ഞില്ല. കോൺഗ്രസുകാരെ അയാൾക്കിഷ്ടമല്ല. അവരെപ്പറ്റി അയാൾ പല ദുരഭിപ്രായങ്ങളും പറയും. അങ്ങനെ വേണം ചെറുപ്പക്കാർ, അവനെ നോക്കി വേണം നിങ്ങൾ പഠിക്കാൻ. ബാലന്മാരോട് വൃദ്ധന്മാർ പലപ്പോഴും പറയാറുണ്ട്. പരീക്ഷാഫലം പുറത്തായി. വൃദ്ധന്മാരുടെ പ്രവചനം ശരിയായി. സോമൻ പരാജിതനായി. രവി 3ാം ക്ലാസ്സിൽ പാസ്സായി. കോളേജിൽ പോകുന്നത് പഠിക്കാനായിരിക്കണം എന്നാണ് സോമന്റെ പരീക്ഷാഫലത്തെപ്പറ്റി അവർ പറഞ്ഞത്. സോമൻ കൂടുതൽ ജാഗ്രതയോടെ രാഷ്ട്രീയ രംഗത്ത് പ്രത്യക്ഷനായി. അയാൾ ഗവൺമെന്റിനെ വിശദമായി നിരൂപണം ചെയ്തു. ദീർഘദർശിത്വത്തിനും സ്വതന്ത്ര ചിന്തയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ള ആഹ്വാനങ്ങളായിരുന്നു അവ. ഹരിജനോദ്ധാരണം, ഗ്രാമോദ്ധാരണം മുതലായ സൃഷ്ടി പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. നിശാ പാഠശാലകളും മറ്റും തുടങ്ങി. വിദ്യാഭ്യാസവും രാഷ്ട്രീയ മനസ്ഥിതിയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. ചുറുചുറുക്കും ചുണയുമുള്ള ചെറുപ്പക്കാർ സോമന് സഹപ്രവർത്തകരായി. അങ്ങനെ ആ നാട് ഒന്നുണർന്നു തുടങ്ങി. 2 കൊല്ലം കഴിഞ്ഞു. രവി BL പാസ്സായി.
അയാൾ നല്ല ഉദ്യോഗസ്ഥനാകും, നല്ല ശമ്പളം കിട്ടും, അവന് ഭാവിയുണ്ട്. വൃദ്ധന്മാർ അയാളെപ്പറ്റി വിധിയെഴുതി. അങ്ങനെ സോമനും രവിയും രണ്ടു കൂട്ടരുടെ ആരാധനാപാത്രങ്ങളായി. പണമുള്ള പഴഞ്ചന്മാർ രവിയെ പുകഴ്ത്തി, അവനെ പ്രോത്സാഹിപ്പിച്ചു. പുരോഗതിയിലേക്ക്, സുന്ദര ജീവിതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കുവാൻ വെമ്പുന്ന പരസഹസ്രം സാധാരണക്കാരുടെ പരദൈവമാണ് സോമൻ. അവരുടെ വികാരങ്ങളുടെ പ്രകടനങ്ങളാണ് സോമന്റെ പ്രസംഗങ്ങൾ. അവരുടെ മാർഗദർശിയാണ് അയാൾ. രവി ഉദ്യോഗസ്ഥനായി. 1-2 വർഷം കൊണ്ട് അയാൾ ആ ദേശത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് അധികാരിയായി. സോമ, ഒരു ദിവസം രവി പറയുകയാണ്, ഈ പ്രദേശങ്ങളുടെ ചുമതല എന്നിലാണ്. അതെ, സോമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിയമം പരിപാലിക്കേണ്ടത് ഞാനാണ്. തീർച്ചയായും. സോമന്റെ ഈ പ്രവർത്തനങ്ങൾ രവി അത് പൂർത്തിയാക്കിയില്ല. നിദ്രയിൽ ആണ്ടുകിടക്കുന്ന പരസഹസ്രങ്ങളെ ഉണർത്താൻ അത് രവി പൂർത്തിയാക്കിയില്ല. ഭാരതത്തെ ഉണർത്താൻ അത് നിയമവിരുദ്ധമാണ്. അതാരുടെ നിയമം രവി? രവി മൂകനായി. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. കാലം നീങ്ങിക്കൊണ്ടിരുന്നു. സോമന്റെ പിതാവിന്റെ ആരോഗ്യം ക്ഷയിച്ച് 2 മാസമായി കിടക്കയെ ശരണം പ്രാപിച്ചിട്ട് വിദഗ്ധ വൈദ്യന്മാരുടെ ചികിത്സയിൽ ഇരിക്കുകയാണ്. ആരോഗ്യം വീണ്ടെടുക്കുക സാധ്യമായിരുന്നില്ല. ആ ദീപം അണയാതെ അല്പമാസങ്ങൾ കൂടി സൂക്ഷിക്കാമെന്നേയുള്ളൂ. രാപ്പകൽ സോമൻ രോഗശയ്യയ്ക്കടുത്തിരിക്കുകയാണ്. ആ നാട്ടിലെ രാഷ്ട്രീയ ഘടനയുടെ ദശവത്സര വാർഷികം അന്നാണ്. അത് ഗംഭീരമായി കൊണ്ടാടുവാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ത്രിവർണ പതാകകളെ കൊണ്ടും മറ്റും ആ ദിക്കെങ്ങും അലങ്കരിച്ചു. ചർക്കാ സംഘക്കാരും ഗ്രാമോദ്ധാരണ സംഘക്കാരുമെല്ലാം അതിൽ സജീവമായി പങ്കുകൊള്ളുന്നു. യോഗത്തിന് അധ്യക്ഷനായി ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനെ വരുത്തിയിട്ടുണ്ട്. പ്രാസംഗികന്മാരിൽ ഒരാൾ സോമനാണ്. രോഗശയ്യയിൽ കിടക്കുന്ന പിതാവിനോട് അനുവാദവും അനുഗ്രഹവും വാങ്ങി സോമൻ മീറ്റിങ്ങിന് പോയി. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. ആ വൃദ്ധ പിതാവിനെ പുത്രന്റെ പ്രസംഗവും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും പത്രങ്ങളിൽ നിന്ന് ഒരാൾ വായിച്ചു കേൾപ്പിച്ചു. ആ ശുഷ്കിച്ച ശരീരത്തിൽ എത്രവട്ടം രോമാഞ്ചമുണ്ടായെന്ന് പുതച്ചിരുന്ന കമ്പിളി അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ആ കുഴിഞ്ഞ കണ്ണുകളിൽ ബാഷ്പം നിറഞ്ഞത് അവർ സൂക്ഷിച്ചില്ല. അന്ന് തേജോശൂന്യമായ ആ വദനം തെളിഞ്ഞു കാണപ്പെട്ടു. മീറ്റിംഗു കഴിഞ്ഞ് 2ാമത്തെ ദിവസം. തെളിഞ്ഞ് പൂർണ്ണമായ സൂര്യൻ, സുഘോഷണമുള്ള അന്തരീക്ഷം, മാവിലകളിൽ മന്ദമാരുതൻ മന്ത്രിക്കുന്നു. സഹപ്രവർത്തകരിൽ ചിലരുമൊത്ത് സോമൻ പിതാവിന്റെ രോഗശയ്യയ്ക്ക് സമീപം ഇരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഒരാൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. 40 കോടിയുടെ നായകന്റെ ജീവചരിത്രം, അഹിംസാ പ്രവാചകന്റെ ജീവചരിത്രം, ചർക്ക കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മഹാന്റെ ജീവചരിത്രം. അതല്ലാതെ മറ്റെന്താണ് ആ അന്ത്യനിമിഷത്തിലും അദ്ദേഹം കേൾക്കേണ്ടത്? നവഭാരതം ഉദയം ചെയ്യുന്നത് കണ്ടുകൊണ്ട് സർവശാന്തി അടയുവാനാണ് ആ അസ്ഥിപഞ്ജരത്തിലെ ഹൃദയം തുടിക്കുന്നത്. സോമ, ഞാനിന്ന് സുഹൃത്തായിട്ടല്ല വന്നിരിക്കുന്നത്, രവി തലയുയർത്താതെ പറഞ്ഞു. പോലീസ് ശിപായിയുടെ കയ്യിലിരുന്ന് തിളങ്ങുന്ന വിലങ്ങു കണ്ടപ്പോൾ തന്നെ സോമന് കാര്യം മനസ്സിലായി കഴിഞ്ഞിരുന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഭയാനകമായ ഒരു ശാന്തത. രോഗി വിഷമിച്ച് ചെയ്യുന്ന ശ്വാസോച്ഛ്വാസം ആ അന്തരീക്ഷത്തിൽ വീങ്ങിക്കൊണ്ടിരുന്നു. സോമൻ നിശബ്ദനായി പിതാവിന്റെ സമീപത്തേക്ക് നീങ്ങി. പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു. ആ ശുഷ്കിച്ച മുഖത്തിൽ ഒരു ചുംബനം നൽകി. ആ ശയ്യയ്ക്ക് സമീപം കൂടി നിന്നിരുന്ന സഹപ്രവർത്തകരെ നോക്കി. മിത്രങ്ങളെ, സോമൻ സംസാരിച്ചു. സോമ, അവർ മറുപടി പറഞ്ഞു. അതുമാത്രമായിരുന്നു യാത്ര ചോദിക്കലും യാത്രാനുവാദവും. വികാരഭാരത്താൽ തലകുനിച്ചു നിന്നിരുന്ന രവിയുടെ സമീപം സോമൻ എത്തി. രവി അതറിഞ്ഞില്ല. രവി, ഞാൻ തയ്യാറായി, സോമൻ പതുക്കെ പറഞ്ഞു. സോമ, ക്ഷമിക്കണം, രവി പറഞ്ഞു. ക്ഷമിക്കാൻ എന്തു രവി? നാം രണ്ടും
രണ്ടു കൂട്ടരുടെ ദാസന്മാരായി പോയി, അത്രമാത്രം. കൈകോർത്ത് കളിച്ച ആ കൈകളിൽ കാരിരുമ്പണിയിക്കണം. ഞാൻ നടത്തേണ്ട നിയമമാണത്. അങ്ങനെ സോമനെ അയാളുടെ ആത്മസുഹൃത്ത് രവി അത് അണിയിച്ചു. അവർ കാറിൽ കയറിയിരുന്നു. സോമ, ഒരേ ഒരു മാർഗമേയുള്ളൂ. ഓടിക്കൊണ്ടിരുന്ന കാറിലിരുന്ന് അടുത്തിരിക്കുന്ന ചങ്ങാതിയോട് രവി പറയുകയാണ്. എന്നത്തേക്കാൾ ആ വൃദ്ധപിതാവിന് നിന്നെ ഇന്ന് ആവശ്യമുണ്ട്. സോമൻ ഒന്നും ഉച്ചരിച്ചില്ല. ഒന്ന് കുറിച്ചു തരൂ സോമ, ഈ നശിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കാമെന്ന്, അതിലിനി നീ പ്രവേശിക്കയില്ലെന്ന്. ഈ ആത്മമിത്രത്തിന്റെ അപേക്ഷ ഒന്ന് സ്വീകരിക്കൂ. അത് അസാധ്യമാണ് രവി. ആ പിതാവിനെ ഒന്ന് ഓർക്കൂ. ഞാൻ അന്ത്യയാത്ര പറഞ്ഞിറങ്ങിയതാണ്. സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും സത്യവുമുള്ള ഒരു ലോകത്തിൽ ഞങ്ങളിനി അദ്ദേഹത്തെ കണ്ടുകൊള്ളാം. പിന്നെ അവർ ഒന്നും സംസാരിച്ചില്ല. ആ ചങ്ങാതികൾക്ക് മുമ്പൊക്കെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവർ തമ്മിൽ കണ്ടാൽ സംഭാഷണമില്ലാത്ത നിമിഷങ്ങളില്ലായിരുന്നു. ഇന്ന് അത് ശൂന്യമായി. ജയിൽ ഗേറ്റിൽ വണ്ടി നിന്നു. രവി സോമനെ ജയിൽ മുറിയിലേക്ക് ആനയിച്ചു. ഒരു പോലീസുകാരൻ മുറി തുറന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സോമൻ ആ ഇടുങ്ങിയ മുറിയിലേക്ക് നടന്നു. സോമ, ഞാനിതിൽ നിരപരാധിയാണ്, രവി തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. രവി, ഞാനും, സോമൻ മറുപടി പറഞ്ഞു. ആ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. സോമന്റെ പിതാവ് വിവരമറിഞ്ഞു. ആയുസ്സിന്റെ അന്ത്യഘട്ടത്തിൽ ഓമനിച്ചു വളർത്തിയ ഏകപുത്രന്റെ അപ്രതീക്ഷിതമായ വിരഹം ആ വൃദ്ധഹൃദയത്തിന് താങ്ങുവാൻ കഴിഞ്ഞില്ല. ഓമനപുത്രന്റെ മുഖത്ത് നോക്കിക്കിടന്ന് ജീവിതം അവസാനിപ്പിക്കാമെന്ന ആഗ്രഹം സാധിച്ചില്ല. മനസ്സമാധാനത്തോടെ സമാധി അടയാമെന്ന ആഗ്രഹം ഫലിച്ചില്ല. അപ്രതീക്ഷിതമായി അത്യുഷ്ണത്തിൽ അകപ്പെടുകയാൽ ആ സ്ഫടികപാത്രം ഛിന്നഭിന്നമായി പോയി. ഇരുമ്പഴികൾക്കുള്ളിലിരുന്ന് സോമൻ ആ വാർത്ത കേട്ടു. 2 ആഴ്ച കഴിഞ്ഞ് സോമനെ നാടുകടത്തിക്കൊണ്ട് വിധിയായി. ജയിൽ ഗേറ്റിൽ ഒരു കാർ തയ്യാറായി നിൽക്കുന്നു. റോഡിലെങ്ങും ഒരാൾ തിരക്ക്. അവർ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിർമ്മലമായ ഖദർവേഷത്തിൽ സോമൻ രവിയുമൊത്ത് പടിയിറങ്ങി. ജനങ്ങൾ ആർത്തു വിളിച്ചു. പൂമാലകളും പൂച്ചെണ്ടുകളും സോമന് സമർപ്പിച്ചു. അവർ സോമനും രവിയും കാറിനടുത്തെത്തി. അവർ മുഖത്തോട് മുഖം നോക്കി. എന്നേക്കും അവർ പിരിയുകയാണ്. ആ ചങ്ങാതികൾ. രവി സോമനെ കെട്ടിപ്പുണർന്നു. സോമ, രവി. അവർ യാത്ര പറഞ്ഞു. രവി വിങ്ങിക്കരഞ്ഞു. കാറ് ഓടിത്തുടങ്ങി. ജനങ്ങൾ കീജെ വിളിച്ചു. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡിൽ കൂടി അതിവേഗം കാർ മുന്നോട്ടു പോയി. രവി അത് നോക്കി നോക്കി ജയിൽപ്പടിയിൽ നിന്നു. അങ്ങ് ആ വിദൂരതയിൽ അയാളുടെ ദൃഷ്ടിയിൽ ചുരുങ്ങി ചുരുങ്ങി മായുന്നതുവരെ ആ കാർ അയാൾ നോക്കിക്കൊണ്ടു നിന്നു.